മൃദംഗ ശൈലവാസിനിയുടെ 2025 ഉത്സവം ചരിത്രത്തിൽ എന്നും എഴുതപ്പെടുന്ന ഒന്നായി മാറുകയാണ്. ഇന്ന് പ്രഭാതത്തിൽ അമ്മയുടെ തിരുമുന്നിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിർത്തിയിരുന്ന ധ്വജം എല്ലാ ചടങ്ങുകളും നിർവഹിച്ച് അമ്മയ്ക്ക് മുന്നിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ക്ഷേത്രത്തിലെ തന്ത്രിമാരായ കോഴിക്കോട്ടൂരി ശ്രീധരൻ നമ്പൂതിരിപ്പാടിൻ്റെയും നന്ദ്യാർവള്ളി ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെയും മേൽശാന്തി കളത്തിൽ കൃഷ്ണദാസ് നമ്പൂതിരിപ്പാടിൻ്റെയും കാർമ്മികത്വത്തിലാണ് ധ്വജ സമർപ്പണം അമ്മയ്ക്ക് മുന്നിൽ നടത്തിയത്. ഇന്നിപ്പോൾ ഈ ധ്വജത്തിൽ കൊടിയേറി 2025 പൂരമഹോത്സവത്തിന് തുടക്കം കുറിക്കുകയാണ്. ഇതൊരു ചരിത്രമാണ്. ഒരു കാലത്ത് നമ്മൾ കണ്ടിരുന്ന ഈ ക്ഷേത്രം പഴമയിൽ അധംപതിച്ചു പോകുമോ എന്ന് നമ്മൾ കരുതിയിരുന്നു. അവിടെയാണ് 2016 ഒരു IPS ഉദ്യോഗസ്ഥൻ്റെ സാക്ഷ്യമെത്തുന്നത്. ഒരു പോലീസുകാരൻ്റെയും നിരവധി കള്ളന്മാരുടെയും മനസ്സോടുകൂടിയാണ് ഇന്ന് ഈ ക്ഷേത്രം ഭക്തഹൃദയങ്ങളിൽ നിറയുന്നത്. ഈ സംഭവങ്ങളെല്ലാം ഹൈന്ദവ വിശ്വാസികളോടും ലോകത്തിലെ എല്ലാവരോടും തുറന്നു പറയാൻ മനസ്സ് കാണിച്ച ഒരു വലിയ ഹൃദയത്തിൻ ഉടമ അദ്ദേഹവും ഇന്ന് ഈ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അലക്സാണ്ടർ ജേക്കബ്. ഓരോ വിശ്വാസിയും എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല അദ്ദേഹത്തോട്. ഇന്നിപ്പോൾ അമ്മയുടെ ഈ സന്നിധി നിറയെ കാണുന്നത് സമർപ്പണങ്ങളാണ്. പഴമയിൽ നിന്നും നൂതന ശൈലിയിലുള്ള ഒരു ക്ഷേത്ര സങ്കേതമായി ഇന്ന് മുഴകുന്ന മൃദംഗശൈലീശ്വരിയുടെ ക്ഷേത്രസന്നിധി മാറിയിരിക്കുന്നു. തിരുവനന്തപുരം സ്വദേശി രാജേഷ് പടിഞ്ഞാറ്റിൽ 1/2 കോടിയോളം രൂപ ചെലവഴിച്ചാണ് അമ്മയ്ക്ക് മുന്നിൽ ഒരു വഴിപാട് എന്നോണം ഈ ധ്വജം സമർപ്പിച്ചിരിക്കുന്നത്. ഈ ധ്വജം നിർമ്മിക്കുന്നതിന് വേണ്ട തേക്ക് നിലമ്പൂർ കാടുകളിൽ നിന്നും കണ്ടെത്തി ഒരു തിരി തെളിയിച്ച് അവിടെ നിന്ന് വന്നതും പിന്നീട് ആ തേക്ക് അമ്മയുടെ സന്നിധിയിൽ ഘോഷയാത്രയായി എത്തിക്കുന്നതും എണ്ണത്തോണിയിൽ നിമജ്ജനം ചെയ്യുന്നതും എണ്ണത്തോണിയിൽ നിന്ന് പിന്നീട് അത് അമ്മയുടെ മുന്നിൽ കൊണ്ട് നിർത്തുന്ന ചടങ്ങുകളും എല്ലാം വളരെ മഹനീയമായി അമ്മയുടെ ഒരു ദാസൻ എന്ന രീതിയിൽ ആ സന്നിധിയിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം ചെയ്ത് പൂർത്തിയാക്കുകയുണ്ടായി. ഇന്നിപ്പോൾ അമ്മയുടെ തിരുമുന്നിൽ ആ കൊടി, ഉത്സവക്കൊടി ഉയരുകയാണ്. ഇതിന് സാക്ഷ്യം വഹിക്കുന്ന എല്ലാവരും ചരിത്രത്തിൻ്റെ വലിയൊരു ഭാഗമായി മാറുകയാണ്. മൃദംഗ ശൈലീശ്വരി ദേവി, ആദിപരാശക്തി ദേവി, കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര അനുഗ്രഹം എത്തരത്തിലാണോ വിശ്വാസികൾ നേടുന്നത് അതുപോലെ അമ്മയെ ഇവിടെ ദർശിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. മുഴകുന്നിലെ മൂകാംബിക എന്ന് അമ്മയെ വിശേഷിപ്പിക്കാം. മഹാകാളിയായും മഹാലക്ഷ്മിയായും മഹാസരസ്വതിയായും എല്ലാം വിശ്വാസികളെ ചേർത്ത് പിടിക്കുന്ന അമ്മ ഇവിടെ കുടിയിരിക്കുന്നു. മാറുകയാണ്, ഉയരുകയാണ് അമ്മയുടെ ചരിത്രം മുഴുവൻ. തുടർന്ന് വരും ദിവസങ്ങളിൽ അമ്മയുടെ സന്നിധിയിൽ പോർക്കലി ഭഗവതിയുടെ വലിയൊരു ആലയം കൂടി, പഴശ്ശിരാജാവിൻ്റെ പടിഞ്ഞാറേ കോവിലകം വീണ്ടും പുനർനിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. എറണാകുളം സ്വദേശി വിനു കൃഷ്ണനും കുടുംബവും ചേർന്ന് സമർപ്പിക്കുന്ന പഴശ്ശി കോവിലകത്ത് ആ പഴമയിൽ തന്നെ എങ്ങനെയാണോ തേവാരമൂർത്തികളെയും പോർക്കലി ഭഗവതിയെയും സ്ഥാനം നൽകി ആരാധിച്ചിരുന്നത് അത്തരത്തിൽ ഒരു സ്ഥാനം കൂടി ഉയരുകയാണ്.